ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ ഞാൻ ഇന്ന് കാണിക്കാൻ പോകുന്നത് നമ്മൾ ശ്രീകൃഷ്ണ ജയന്തിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ഘോഷയാത്രയുണ്ട്, അതിന് പോവുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ട്രെയിൻ വരുന്ന ഭാഗമായിട്ട് നമ്മൾക്ക് ഗേറ്റ് ക്ലോസ് ചെയ്ത് കുറച്ച് നേരം അവിടെ നിൽക്കേണ്ടി വന്നു. പിന്നെ നമ്മളവിടെ എത്തുന്ന വീഡിയോസും കാര്യങ്ങളും കഴിഞ്ഞ കൊല്ലം നമ്മൾ ഘോഷയാത്രയ്ക്ക് ഇവിടെ കൃഷ്ണനാക്കണം എന്ന് വിചാരിച്ചായിരുന്നു. അപ്പോൾ കുറച്ചും കൂടി ചെറുതല്ല, 2 വയസ്സൊക്കെ ആയാലും ഫുൾ ടൈം എടുത്ത് നടക്കേണ്ടി വരും. കുറച്ച് ദൂരമുണ്ട്, 3-4 കിലോമീറ്ററൊക്കെ നടക്കാനുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ വേണ്ടാന്ന് വെച്ചു. അപ്പോൾ ഇപ്രാവശ്യം കുറച്ച് നടക്കുമല്ലോ, അപ്പോൾ എന്ന് വിചാരിച്ച് നമ്മൾ ഇപ്രാവശ്യം പോവുകയാണ് കേട്ടോ. റെഡിയാക്കാൻ വേണ്ടിയിട്ട് എന്നും റെഡിയാക്കൊന്നും ചെയ്തിട്ടില്ല. ഇവിടെ നിന്ന് ഞാൻ അവിടെ എത്തിയ ശേഷം റെഡിയാക്കിയ ശേഷം ഭയങ്കര ആറ്റിറ്റ്യൂഡായിരുന്നു കേട്ടോ. അതേ കണ്ടില്ലേ, ഫുൾ ടൈം മുടക്കോലൊക്കെ വെച്ച് ഞാൻ കൃഷ്ണനാണെന്നും പറഞ്ഞ് ഇങ്ങനെ ഓതിക്കൊണ്ടേ ഇരിക്കുകയായിരുന്നു. ഇനിയും കുറേ നല്ല രീതിയിൽ ഒരുക്കണം എന്നൊക്കെ വിചാരിച്ചു. അപ്പോഴൊന്നും പറ്റില്ല, ടൈം ഉണ്ടായിരുന്നില്ല. ഞങ്ങൾക്ക് അന്ന് കുറേ ബിസി ആയതുകൊണ്ട് ഒട്ടും ടൈം ഉണ്ടായിരുന്നില്ല. ലാസ്റ്റ് മിനിറ്റിൽ വന്നിട്ടാണ് ഇങ്ങനെയൊക്കെ ഒരുക്കിയത്. ഇത് ഏട്ടൻ്റെ മക്കളാണ് കേട്ടോ, 2 പേര് രാധയായിട്ടുണ്ട്. ചെറിയ ആൾക്ക് വയ്യാത്തതുകൊണ്ട് അവളെ ഒന്നും ചെയ്തില്ല. അപ്പോൾ ഘോഷയാത്രത്തിന് മുമ്പായിട്ട് നമ്മൾ പശുവിനെ പൂജിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത്, അതാണ് കേട്ടോ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് അമ്പലത്തിൻ്റെ മുമ്പിൽ പശുവിനെ പൂജിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഘോഷയാത്ര കാണാൻ മാത്രമേ വന്നിട്ടുണ്ടായിരുന്നുള്ളൂ, ഇതൊന്നും കണ്ടിട്ടുണ്ടായിരുന്നില്ല. അതെ, നമ്മളവിടുന്ന് ഘോഷയാത്രയ്ക്ക് പത്രത്തിൽ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഫോട്ടോ എടുക്കാൻ വേണ്ടി നിർത്തിയിരിക്കുകയാണ് കേട്ടോ എല്ലാവരും. കുറേ പ്രാവശ്യം കൃഷ്ണൻ തന്നെയാണ് കൂടുതൽ, രാധമാർ വളരെ കുറവാണ്. ഏറ്റവും കൂടുതൽ കൃഷ്ണൻ തന്നെയാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ ക്യൂട്ടായിട്ടുള്ള എല്ലാ കൃഷ്ണനും രാധേൻ്റെ കൂടെ നിൽക്കുന്നു കേട്ടോ. അതേ ഉടക്കുലൊക്കെ പിടിച്ച് നിൽക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ എല്ലാവരും വന്ന് നിന്നു, ഫോട്ടോ എടുത്തു. പിറ്റേ ദിവസം പത്രത്തിൽ വന്നു. പിന്നെ എല്ലാം നമ്മൾ ലൈനായി നിന്നു. ഫോട്ടോ എടുക്കലൊക്കെ കഴിഞ്ഞു, എല്ലാവരും ലൈനായി നിന്നു. നമ്മുടെ തൊട്ട് ബാക്കിലായിട്ട് ഏറ്റവും ലൈനിൻ്റെ ബാക്കിലായിട്ട് ഡാൻസ് കളിക്കുന്നുണ്ട്. അങ്ങനെ അവരവിടെ ഡാൻസ് കളിക്കുന്നുണ്ട്. നമ്മളിവിടെ നിന്ന് നടക്കാൻ തുടങ്ങിയായിരുന്നു. ഇവിടെ അയ്യപ്പ ടെമ്പിളിൻ്റെ സ്കൂളിൽ തന്നെയാണ് ഘോഷയാത്ര സ്റ്റാർട്ട് ചെയ്തത്. പിന്നെ വേറൊരു അമ്പലത്തിലാണ് എൻഡ് ചെയ്തത് കേട്ടോ. അപ്പോൾ കുറച്ച് കിലോമീറ്റർ നടക്കാനുണ്ട്. അപ്പോൾ ഇത് ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തു. ഓരോ ബാലഗോകുലമായിട്ടാണ് കുട്ടികളായിട്ടാണ് നിർത്തിയിട്ടുണ്ടായിരുന്നത്. ഫ്രണ്ടിൽ ചേച്ചിമാർ താലോടുത്ത് പോകുന്നുണ്ട്, ബാക്കിൽ കുട്ടികൾ, പിന്നെ ഡാൻസ് കളിക്കുന്നത്, രഥം, അങ്ങനെയായിട്ടാണ് ഘോഷയാത്രയുടെ ഒരു പാറ്റേൺ എന്ന് പറയുന്നത്. ഫസ്റ്റ് ആ ഒരു ഇതിൽ ചേച്ചിമാരുടെ കൂടെയൊക്കെ തക്കട് നന്നായി നടന്നിട്ടോ. അപ്പോൾ അതേ ഉണ്ടോ താലം എടുത്ത് പോകുന്നത്. എനിക്ക് താലം എടുക്കണമെന്നുണ്ടായിരുന്നു, കൊച്ചിനെ നോക്കണമെന്ന് ഞാൻ താലം എടുത്തില്ല. അപ്പോൾ ഇതിൻ്റെ പാർട്ട് 2 ഇടുന്നുണ്ട് കേട്ടോ. അപ്പം ബാക്കിയുള്ള വീഡിയോസ് അതിൽ കാണിക്കാം. ഓക്കെ, ബൈ.